സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാവാതെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ എൽ.ഡി.എഫും യു.ഡി.എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ബി.ജെ.പി. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അണികളും അമർഷത്തിലാണ്. മറ്റു പാർട്ടികൾ പ്രചരണം തുടങ്ങിയിട്ടും തങ്ങൾക്ക് പറയാൻ പോലും ഒരു സ്ഥാനാർത്ഥിയില്ലാത്തതിന്റെ അമർഷമാണ് അണികൾക്ക്. അതേസമയം എടുത്തുചാടി പ്രഖ്യാപിച്ച ഇടതു പട്ടികയും ഗ്രൂപ്പുകൾക്ക് വീതം വെച്ച് നൽകിയ വലതു പട്ടികയും കൂട്ടാൻ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇത്രയും ചർച്ച വേണ്ടി വരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിലും തീയതി പ്രഖ്യാപിച്ച് ഇത്രയായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിലുള്ള അമർഷം അണികൾക്ക് നന്നായുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി ഗോതയിലിറങ്ങിയിരുന്നു. കുറച്ചൊക്കെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായെങ്കിലും ഇടതു സ്ഥാനാർത്ഥികളെ നേരിടാൻ കണക്കിന് യു.ഡി.എഫും സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി. എന്നാൽ ഈ അവസാന നിമിഷവും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ പോലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ശബരിമല അടക്കം നിരവധി അനുകൂല വിഷയങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ സമയത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാത്തതിൽ അണികൾക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്ഥാനാർത്ഥികളെ ചൊല്ലി തർക്കമുണ്ടാകുന്നത് ഗുണകരമാകില്ലെന്നാണ് ആർ.എസ്.എസ് നേതൃത്വത്തിന്റെയും നിലപാട്. സ്ഥാനാർത്ഥികളെ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ച് വോട്ടർമാർക്കിടയിൽ അനുകൂല തരംഗമുണ്ടാക്കാൻ കഴിയുമായിരുന്ന അവസരം നഷ്ടമാക്കിയെന്നും ആർ.എസ്.എസിന് ഇപ്പോൾ ആക്ഷേപമുണ്ട്. ശബരിമല വിഷയം കേരളത്തിൽ വൻ കോളിളക്കം ഉണ്ടാക്കിയതോടെയാണ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതിരുന്ന പത്തനംതിട്ട ബി.ജെ.പി. നേതാക്കളുടെ കണ്ണിലുടക്കിയത്. പാർട്ടിക്ക് തീരെ സാധ്യതയില്ലാതിരുന്ന പത്തനംതിട്ട ഇത്തവണ തങ്ങളെ തുണയ്ക്കുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. എന്നാൽ പത്തനംതിട്ട സീറ്റിനു വേണ്ടി നേതാക്കന്മാർ തമ്മിലടിക്കുന്നത് ശബരിമല വിഷയത്തിലൂടെ ഉണ്ടാക്കാമായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ആർ.എസ്.എസ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. അധികാര മോഹികൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നേതാക്കൾ നടത്തിയതെന്നും ആക്ഷേപമുണ്ട്. അതേസമയം പത്തനംതിട്ട സീറ്റിനായി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻ പിള്ളയും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രനും കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനവും അവകാശവാദം ഉന്നയിച്ചിരിക്കെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മണ്ഡലത്തിൽ കെ. സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഇന്നലെ മാറ്റിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ചേരും. സംസ്ഥാനം കൈമാറിയ പട്ടികയിൽ അന്തിമ തീരുമാനം യോഗമെടുക്കുമെന്നും പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നും ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. കുമ്മനം രാജശേഖരന് തിരുവനന്തപുരവും ബി.ഡി.ജെ.എസിന് തൃശൂരും നൽകിയതോടെയാണ് ബി.ജെ.പി. വിജയസാധ്യത കൽപ്പിക്കുന്ന പത്തനംതിട്ടയിൽ തർക്കമുണ്ടായത്. തൃശൂർ സീറ്റിൽ മത്സരിക്കാമെന്ന് തുഷാർ വെള്ളാപ്പള്ളി സമ്മതം അറിയിച്ചതായി ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. കണ്ണന്താനത്തെ കൊല്ലത്തും കോൺഗ്രസ് വിട്ടെത്തിയ ടോം വടക്കനെ എറണാകുളത്തുമാണ് പരിഗണിക്കുന്നത്. തൃശൂർ കൂടാതെ വയനാട്, ഇടുക്കി, മാവേലിക്കര, ആലത്തൂർ സീറ്റുകൾ ബി.ഡി.ജെ.എസിന് നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കോട്ടയം കേരള കോൺഗ്രസ് പി.സി. തോമസ് വിഭാഗത്തിനാണ്. പി.സി. തോമസ് തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകും. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നിവർ പട്ടികയിലില്ലെന്നാണ് സൂചന. അതേസമയം മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം പറയുന്നു. തന്റെ മണ്ഡലം പത്തനംതിട്ടയാണ്, അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ അവിടെയാണ് താല്പര്യം. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ സഭകളുമായും എൻ.എസ്.എസുമായും തനിക്ക് നല്ല ബന്ധമാണെന്നും അൽഫോൻസ് കണ്ണന്താനം അവകാശപ്പെടുന്നു. പത്തനംതിട്ടയില്ലെങ്കിൽ കോട്ടയവും തൃശൂരുമായിരുന്നു താല്പര്യം. കൊല്ലത്ത് ആരെയും പരിചയമില്ല. അതിലും ഭേദം തനിക്ക് മലപ്പുറം കിട്ടുന്നതാണ് നല്ലതെന്ന് കണ്ണന്താനം ആക്ഷേപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.